നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ എക്സ്പ്രസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്നേഹസ്വാഗതം. നമ്മുടെ പതിവ് പോലെ ജോയലും ഒത്തുചേരുകയാണ് ഇലക്ഷൻ വിശകലനങ്ങളുമായി. ഇന്ന് നമ്മൾ കടക്കുന്നത് 4 മണ്ഡലങ്ങളിലേക്കാണ്. അതിൽ ആദ്യത്തെ മണ്ഡലം കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് മണ്ഡലം, കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. അതും എന്നെ നെല്ലിക്കുന്നാണ് ഇപ്പോഴത്തെ MLA. അദ്ദേഹത്തെക്കുറിച്ചും അവിടുത്തെ മണ്ഡലത്തെക്കുറിച്ചും ഒന്ന് പറയും. അതെ, സപ്തഭാഷ സംഗമഭൂമി, അതാണ് കാസർഗോഡ് ജില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കാസർഗോഡ് നിയോജക മണ്ഡലത്തെ പറ്റിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ശക്തമായ UDF കോട്ട. അതായത് ഈ കോട്ടയിലെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു BJP 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു 2ാം സ്ഥാനത്താണ് BJP നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ 3ാം സ്ഥാനത്ത് INL ആണ്. അതായത് LDFിൻ്റെ INL ഇപ്പോൾ മത്സരിക്കുന്നത്. ഇപ്പോൾ CPM നേരത്തെ മത്സരിച്ചു വന്നു കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവാത്ത, അതായത് നമുക്ക് ഉറപ്പിച്ച് പറയാം, UDF 1ാം സ്ഥാനത്തും BJP 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തും ഈ ഇലക്ഷനിലും വരാൻ പോകുന്ന നിയോജക മണ്ഡലമായിരിക്കും കാസർഗോഡ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പല പഞ്ചായത്തുകളും നമ്മളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും BJPക്ക് അനുകൂലമായ കുറച്ച് പോക്കറ്റുകളുണ്ട്. BJPക്ക് മാത്രം ഉള്ള ചില പഞ്ചായത്തുകളുണ്ട്. അതേസമയം UDFന് മാത്രമുള്ള വളരെ ശക്തമായ അടിത്തറയുള്ള കുറച്ച് പഞ്ചായത്തുകളുണ്ട്. മുസ്ലിം ന്യൂനപക്ഷം വളരെ ശക്തമായിട്ടുള്ള നിയോജക മണ്ഡലമാണ് കാസർഗോഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം UDFന് അടിത്തറയുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അതെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അത്രത്തോളം അടിത്തറയുള്ള, കോൺഗ്രസിനും ചില പോക്കറ്റുകളിലെല്ലാം വളരെ വ്യക്തമായ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. താരതമ്യേന CPMന് വളരെ, LDFന് താരതമ്യേന സാധ്യത കുറവാണ്. അതുകൂടാതെ മുന്നണിയെ നയിക്കുന്ന CPMനും വളരെ സംഘടനാപരമായി കുറെ അധികം പുറമേ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഈ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ നമുക്കറിയാം, ഈ തൃക്കരിപ്പൂര്, കാഞ്ഞങ്ങാട്, അതുപോലെ തന്നെ ഉദുമ എന്നുള്ള നിയോജക മണ്ഡലം എല്ലാം LDFന് പല പാർട്ടി ഗ്രാമങ്ങൾ പോലും ഉണ്ടെങ്കിൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ അങ്ങനെ LDFന് ഒന്ന് എത്തി നോക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു നിയോജക മണ്ഡലമാണ് ഈ കാസർഗോഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തവണ ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നെല്ലിക്കുന്ന് തന്നെ ആയിരിക്കുമെന്നത് സംശയമുള്ളൊരു കാര്യമാണ്. 3 ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം അവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് വളരെ പ്രശസ്തനായ KM ഷാജിയുടെ പേരാണ് ഇപ്പോൾ അവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം മാറുമോ, അതായത് നെല്ലിക്കുന്ന് മാറുമോ എന്നൊരു സംശയമായിട്ടുള്ള കാര്യമാണ്. കാരണം UDFന് ഇത്രയും സീനിയറായിട്ടൊരു ലീഡറായിട്ടും UDF ഇതുവരെ അധികാരത്തിൽ വന്ന സമയത്തൊന്നും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുകയുണ്ടായില്ല. ഇതിപ്പം തുടർച്ചയായി 3ാമത്തെ തവണയാണ് നെല്ലിക്കുന്ന് അവിടെ MLA ആകുന്നത്. അപ്പം എന്തായാലും UDF അധികാരത്തിൽ വരാനാണ് സാധ്യത കൂടുതലെങ്കിൽ ഒരു പക്ഷേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയെ പരിഗണിക്കുകയാണെങ്കിൽ നെല്ലിക്കുന്നിന് സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം മാറാനുള്ള ചാൻസും എന്തുമാത്രമാണെന്ന് അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. UDF 1ാം സ്ഥാനത്തും BJP 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തും. ഇപ്പോഴും സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല. സാധ്യതയില്ലാത്തൊരു, അവര് ചിലപ്പം എനിക്കറിയാം വോട്ടിങ്ങിന്റെ ഈ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ അവർ ലീഡ് ചെയ്യും, പിന്നെ അവർ ഒരുപാട് അങ്ങ് പുറകോട്ട് പോകും. അതാണ് താരതമ്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് വികസന പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് കാസർഗോഡ്. അതെ, നമുക്ക് പറയേണ്ടതാണ്. അപ്പം എന്തായാലും UDF ആയിരിക്കും ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ഇപ്പം UDFന്റെ ഒരു സർക്കാരാണ് വരുന്നതെങ്കിൽ ഒരു മന്ത്രി കൂടി കിട്ടും. ഒരു മന്ത്രി ചിലപ്പോൾ ഇപ്പൊ KM ഷാജി ആണെങ്കിൽ പോലും ഒരു പക്ഷേ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു മന്ത്രിയെ കിട്ടും. UDF ആണ് വരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മന്ത്രിയെ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു നിയോജക മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. പക്ഷെ മന്ത്രിയെ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ കൂടുതൽ ശക്തമായി ചെയ്യേണ്ടതാണ്. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ ഇപ്പോൾ എന്നെ നെല്ലിക്കുന്നാണ് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരും തന്നെ മത്സരിച്ചാലും അവിടെ UDFനാണ് കൂടുതൽ സാധ്യത എന്നാണ് ജോയൽ പറഞ്ഞത്. 2ാം സ്ഥാനത്ത് BJPക്ക് വരാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. അടുത്ത മണ്ഡലം നമ്മൾ കോഴിക്കോട് നോർത്ത്. മുമ്പ് പ്രദീപ് കുമാർ ആയിരുന്നു, അതിനുശേഷം തോട്ടത്തിൽ രവീന്ദ്രൻ വന്നു. ഇതിനെ പറ്റി ഒന്ന് പറയൂ. എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ഇത്തവണ LDFന് വളരെ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ഈ കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത്. പഴയ കോഴിക്കോടും ഡീലിമിറ്റേഷന് മുമ്പുള്ള ഈ കോഴിക്കോട് 2 എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ സ്വഭാവമല്ല ഇന്നത്തെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിന് എന്ന് പറയുന്നത്. അത് പൊതുവെ LDFനും UDFനും ഒരുപോലെ സാധ്യതയുണ്ടായിരുന്ന നിയോജക മണ്ഡലമായിരുന്നെങ്കിൽ ഈ കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്ന ഇന്നത്തെ നിയോജക മണ്ഡലം അത് പൂർണ്ണമായും LDFന് വളരെ ശക്തമായ സ്വാധീനമുള്ളൊരു നിയോജക മണ്ഡലമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആ മണ്ഡലം LDFന് സ്വാധീനമുള്ളൊരു മണ്ഡലമായിരുന്നു
അതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് കുമാർ എന്ന ജനകീയനായ അവിടുത്തെ MLA ആയിരുന്നു. പ്രദീപ് കുമാർ മത്സരിച്ചിരുന്ന സമയത്ത് ഓരോ തവണയും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടി വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കിയ പ്രദീപേട്ടനായിരുന്നു പ്രദീപ് കുമാർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് ശേഷം തോട്ടത്തിൽ രവീന്ദ്രൻ വന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ KM അഭിജിത്തിനെ പോലുള്ള വളരെ പോപ്പുലർ ആയിട്ടൊരു കാൻഡിഡേറ്റ് ആയിരുന്നു മത്സരിച്ചത്. അന്നത്തെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ പോലും തോട്ടത്തിൽ രവീന്ദ്രൻ ഒരു 13,000 വോട്ടിന് ജയിച്ചു കയറിയ ഒരു നിയോജക മണ്ഡലമാണ് ഈ കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത്. പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ കോഴിക്കോട് ജില്ലയിൽ LDFന്റെ പല നിയമസഭാ മണ്ഡലങ്ങളും ഒലിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പോലും ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലം ഒരു ചെറിയ ഭൂരിപക്ഷത്തിനായാലും ഇപ്പോഴും LDFന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിജയ സാധ്യത ഇപ്പോൾ ഒരു നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ ആണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ഇപ്പം ഒരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ പ്രദീപ് കുമാറുമായിട്ടായിരിക്കും ഒരു കമ്പാരിസൺ വരുന്നത്. അപ്പൊ പ്രദീപ് കുമാർ തന്നെയാണ് പിന്നെയും മത്സരിക്കുന്നതെങ്കിൽ LDF തന്നെ ഷുവറായിട്ടും ആ മണ്ഡലം വിജയിക്കും. പക്ഷെ തോട്ടത്തിൽ രവീന്ദ്രനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആണെങ്കിൽ ഈ മണ്ഡലം ടൈറ്റിലേക്ക് പോകും. അതായത് എങ്ങനെ ഇത് ടൈറ്റിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് നോർത്ത് മണ്ഡലം കോൺഗ്രസിനാണ് ഈ സീറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റിൽ ജയന്തിനെയൊക്കെ പോലുള്ളൊരു നല്ലൊരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ KM അഭിജിത്തേനെ ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ, KM അഭിജിത്ത് വരാൻ സാധ്യത കുറവായിരിക്കും, ജയന്തിനെ പോലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും വരുന്നത്. ജയന്തിനെ പോലെയൊക്കെ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലം നല്ല രീതിയിൽ ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 35 സീറ്റൊക്കെ മേടിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അത് വളരെ കുറയുണ്ടായി. UDF തൊട്ട് പുറയിൽ തന്നെയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം കോഴിക്കോട് ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരിക്കുന്നത് UDF ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പം ഇതൊക്കെ ഈ നിയോജക മണ്ഡലത്തിൽ ചെറിയ ചെറിയ സ്വാധീനങ്ങളുണ്ടാവും. പിന്നെ കാൻഡിഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പം പറഞ്ഞ കാൻഡിഡേറ്റിന്റെ മികവിലാണ് ഈ മണ്ഡലത്തിൽ വിജയ സാധ്യത നിൽക്കുന്നത് എന്നെങ്കിൽ പറയാൻ സാധിക്കും. LDFന് അനുകൂലമായ ഒരു മണ്ഡലം. പക്ഷേ ട്രെൻഡ് UDFന് അനുകൂലമാണെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രനെയൊക്കെ പോലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, അദ്ദേഹം മോശം ഒരു MLA ഒന്നും അല്ലെങ്കിലും, പക്ഷെ ഒരു ട്രെൻഡിനെയൊക്കെ, അതായത് ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ അദ്ദേഹം പ്രദീപ് കുമാറിൻ്റെ അത്രയും പോപ്പുലർ അല്ല എന്ന ഒരു സത്യം കൂടിയാണ്. അപ്പം പ്രദീപ് കുമാറിനെ പോലൊരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ, പിന്നെ ജയന്താണെങ്കിൽ പോലും കുറച്ച് ടൈറ്റൊക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കിലും വിജയത്തിലേക്ക് എത്തണമെന്നില്ല. പക്ഷേ തോട്ടത്തിൽ രവീന്ദ്രനെയൊക്കെ പോലെ അല്ലെങ്കിൽ വേറൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ UDFന് ഈസി ആയിട്ട് ഒരു ടൈറ്റ് മത്സരം കൊടുക്കാനും ഒരു പക്ഷേ വിജയിക്കാനും സാധ്യതയുണ്ട്. ഇത് ടൈറ്റ് മത്സരമായിരിക്കും. അതായത് പ്രദീപ് കുമാർ ആണെങ്കിൽ അത്ര ടൈറ്റ് ആവില്ല, കംഫർട്ടബിൾ ആയിട്ട് LDF ജയിക്കും. പക്ഷേ തോട്ടത്തിൽ രവീന്ദ്രൻ അല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ, ജയന്തോ അല്ലെങ്കിൽ അതുപോലൊരു കാൻഡിഡേറ്റോ ആണെങ്കിൽ ഈ മത്സരം മത്സരം നടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് നോർത്ത് എന്നാണ് ജോയലിന്റെ വിശകലനം. നമുക്ക് അടുത്തൊരു മണ്ഡലം പോകും. അടുത്ത മണ്ഡലം നമുക്കറിയാം വ്യവസായിക തലസ്ഥാനം കൊച്ചിയിലെ തലസ്ഥാനം എന്ന് പറയുന്നത് കളമശ്ശേരിയുടെ ഇപ്പോഴത്തെ MLA നമ്മുടെ മന്ത്രി രാജീവാണ്. അവിടെ നേരത്തെ മുസ്ലിം ലീഗ് ആയിരുന്നു കുറേ വർഷങ്ങളായി വെച്ചുകൊണ്ടിരുന്ന മണ്ഡലം. അവിടെ രാജീവ് വരികയാണ്. ഇപ്പോൾ രാജീവിന് സാധ്യതയുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ കളമശ്ശേരിയുടെ അവസ്ഥ? 2011 രൂപീകരണമായ മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് UDF അനുകൂല സ്വഭാവമായിട്ടുള്ള നിയോജക മണ്ഡലമാണ് ഈ കളമശ്ശേരി എന്ന് പറയുന്നത്. നമുക്ക് ഈ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളെ പറ്റി പറയാല്ലേ, ഇപ്പം ഈ കോൺഗ്രസ് മലബാറിലൊക്കെ മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിച്ച് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് പൊതുവെ പറയാറുണ്ട്. കളമശ്ശേരിയുടെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നിയോജക മണ്ഡലമാണെങ്കിലും കോൺഗ്രസിന്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കുകയില്ല. ഈ കഴിഞ്ഞ തവണ തന്നെ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ആയിരുന്നു UDFന്റെ വന്നത്. അതായത് പഴയ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. ഈ ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള ഈ പാലാരിവട്ടം പാലം അഴിമതിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിന്നിട്ട് ഇബ്രാഹിം കുഞ്ഞിന് മത്സരിക്കാൻ പറ്റാനൊരു സാഹചര്യം വരികയും ഇതൊന്നും അദ്ദേഹം ആ സമയത്ത് ജയിലിൽ കിടന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അബ്ദുൽ ഗഫൂർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത്രത്തോളം LDF തരംഗവും ഉണ്ടായിരുന്നു. പിന്നെ P രാജീവിന് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു. പിന്നെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുള്ള ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. ഇബ്രാഹിം കുഞ്ഞ് മാറിയപ്പോൾ മകൻ വരുന്നതിന് മുസ്ലിം ലീഗ് തന്നെ പലരും എതിർക്കുകയുണ്ടായി. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സപ്പോർട്ടും കഴിഞ്ഞ ഇലക്ഷനിൽ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ UDFന് നഷ്ടപ്പെട്ടു പോയ ഒരു നിയോജക മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. പക്ഷേ ഈ തവണ എടുത്തു കഴിയുമ്പോൾ സാഹചര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പക്ഷേ
കഴിഞ്ഞ 5 വർഷം ഈ കെ രാജീവിന് കുറച്ച് സൈദ്ധാന്തിക സ്വഭാവമൊക്കെ കൂടുതലുണ്ടെങ്കിലും മന്ത്രി അവിടെ കുറേ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിനുള്ളിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കളമശ്ശേരി എന്ന് പറഞ്ഞൊരു നിയോജക മണ്ഡലം ഒരു LDF MLAക്ക് അങ്ങനെ ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നിയോജക മണ്ഡലം ഒന്നും അല്ല കളമശ്ശേരി എന്ന് പറയുന്നത്. കളമശ്ശേരിയുടെ സ്വഭാവം അതല്ല. മണ്ഡല പുനർഗമനത്തിന് ശേഷം നമ്മൾ ഏത് ഇലക്ഷൻ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ് വോട്ടുകൾ വളരെ മുസ്ലിം ലീഗ് വോട്ടുകളെക്കാട്ടിൽ കൂടുതലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഈ കളമശ്ശേരി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ഷനിൽ പി രാജീവിന് വിജയിച്ച് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എതിർ സ്ഥാനാർത്ഥിയും കൂടെ നമ്മൾ നോക്കണം. ഒരു തവണയും കൂടെ അബ്ദുൽ ഗഫൂർ തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന് ഈ തവണ ഒരു സാധ്യത ഉണ്ടെന്ന് പറയാം. കാരണം ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഇഷ്യൂസൊക്കെ ഇപ്പം ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം അതൊക്കെ ജനങ്ങൾ മറന്നു പോവുകയാണ് ഉണ്ടായത്. ഇപ്പം പാലാരിവട്ടം പാലത്തിനെ പറ്റിയിട്ട് ഒന്നിനെ പറ്റിയിട്ടും നമ്മൾ കേൾക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ഇത്തവണ ടീം UDF എന്നുള്ള രീതിയിൽ ഈ കളമശ്ശേരിയിൽ ഇപ്പം നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവും. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായ സ്ഥലമായിരുന്നു. പക്ഷെ ഇത്തവണ അതൊന്നും ഇല്ലാതെ അവർക്ക് വളരെ രമ്യമായി തന്നെ കാൻഡിഡേറ്റ്സിനെ നിർത്താനും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ അവർക്ക് ആ രീതിയിൽ തന്നെ മീൻസ് ചെയർമാനെയും വൈസ് ചെയർമാനെയും എല്ലാം തിരഞ്ഞെടുക്കാനും അവർക്ക് സാധിച്ചു. അപ്പം ഐക്യം UDFന്റെ ഇടയിലും മുസ്ലിം ലീഗിന്റെ ഇടയിലും അനുകൂലമാണ്. പിന്നെ ഇതൊരു വലിയ UDF സ്വഭാവമുള്ള മണ്ഡലമാണ് തന്നെ. അതെ, VD സതീശന്റെ ഉത്തരവാദിത്വം അവിടെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പി രാജീവ് കുറച്ച് റിസ്കിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. എന്തായാലും രാജീവിന് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ജോയലിന്റെ വിലയിരുത്തൽ. വളരെ ടൈറ്റായ ഒരു മത്സരം അവിടെ UDFന് ചിലപ്പോൾ കാഴ്ചവെക്കാൻ പറ്റിയേക്കും, ചിലപ്പോൾ വിജയിക്കാനും സാധിച്ചേക്കാം അല്ലേ. ഇനി നാലാമത്തെ മണ്ഡലം കൊട്ടാരക്കര നമുക്കറിയാം ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെ മണ്ഡലമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ആയിഷ പോറ്റി UDFിലേക്ക് വരികയുണ്ടായി. അങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കൊട്ടാരക്കരയെ പറ്റി ഒന്ന് പറയും. കാരണം വർഷങ്ങളായി ആർ ബാലകൃഷ്ണപിള്ള ഇങ്ങനെ കൊണ്ടു നടന്നൊരു മണ്ഡലം കൂടിയാണ്. ആർ ബാലകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് കൊട്ടാരക്കര നിയോജക മണ്ഡലം അല്ല ഇന്നത്തെ കൊട്ടാരക്കര നിയോജക മണ്ഡലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2006 ആയിഷ പോയിട്ട് വിജയിച്ചു. പക്ഷെ ആയിഷ പോയിട്ട് വിജയിച്ചതിന് ശേഷം 2011 ഈ മണ്ഡല പുനർഗമനം നടന്നു കഴിഞ്ഞപ്പോൾ ഈ കൊട്ടാരക്കര 50-50 ആയിരുന്ന കൊട്ടാരക്കരയിലെ ഇടതു സ്വാധീനം വളരെ ശക്തമായി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 2000 വോട്ടിന് ജയിച്ച ആയിഷ പോയിട്ട് 2011 ജയിക്കുന്നത്. പിന്നെ 2016 ആയപ്പോൾ അവർ ജയിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 40,000 തൊട്ടിട്ടാണ് അവർ ആ LDFിലെ അവരുടെ ബാറ്റിൽ അവർ അവസാനിപ്പിച്ച് ബാലഗോപാലിന് കൊടുത്തത്. പക്ഷെ ബാലഗോപാൽ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 വോട്ടുകൾക്ക് മാത്രമാണ് ബാലഗോപാൽ ജയിച്ചത്. പക്ഷേ കഴിഞ്ഞ 5 വർഷവും ബാലഗോപാൽ നല്ല വൃത്തിക്ക് ആ മണ്ഡലം നോക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്ത് പരിപാടി ഉണ്ടായി കഴിഞ്ഞാലും അദ്ദേഹം നേരെ കൊട്ടാരക്കരയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ധനമന്ത്രി എന്ന നിലയിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടുകൾ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം LDFിൻ്റെ ഇന്നത്തെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ LDFിൻ്റെ സ്വാധീനം, സംഘടനാ സ്വാധീനം വളരെ ശക്തമായിട്ടുള്ളൊരു നിയോജക മണ്ഡലം കൂടിയാണ് ഈ കൊട്ടാരക്കര എന്ന് പറയുന്നത്. ഈ കൊട്ടാരക്കരയെ പറ്റി പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയേണ്ടത് അതിൻ്റെ BJP സ്വഭാവം വളരെ ശക്തമായി വർദ്ധിച്ച ഒരു നിയോജക മണ്ഡലമാണ് ഈ കൊട്ടാരക്കര എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൂടെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടനൊക്കെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ ആൾക്കാരാണ്. അപ്പം പണ്ടൊക്കെ കോൺഗ്രസിന് അല്ലെങ്കിൽ LDFിന് വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ BJPക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു BJP സ്വഭാവം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം വരുന്നത് കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി ഇപ്പോൾ UDFിൻ്റെ ഭാഗമായെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഈ ആയിഷ പോറ്റി UDFിൻ്റെ ഭാഗമായപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാൻ സാധിക്കും ആയിഷ പോറ്റി ആയിരിക്കും UDFിൻ്റെ കാൻഡിഡേറ്റ് എന്ന്. ആയിഷ പോറ്റിക്ക് അവിടെ ജനങ്ങളുടെ ഇടയിൽ വളരെ വ്യക്തമായ സ്വാധീനമുള്ള വ്യക്തിപ്രഭാവം ശക്തമായിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ് ആയിഷ പോറ്റി എന്ന് പറയുന്നത്. BJPയുടെ കാൻഡിഡേറ്റ് ആർ രശ്മി ആകുമോ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആർ രശ്മി എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ബാലഗോപാലിനെതിരെ മത്സരിച്ച UDF കാൻഡിഡേറ്റ് ആയിരുന്നു. അതായത് 40,000 വോട്ട് ഭൂരിപക്ഷത്ത് നിന്ന സ്ഥലത്ത് വെറും 10,000 കൊണ്ടുവരാൻ സാധിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആർ രശ്മി എന്ന് പറയുന്നത്. ഈ ആർ രശ്മി BJPയിലേക്ക് പോകുമോ എന്നാണ് ആ നിയോജക മണ്ഡലത്തിൽ പ്രധാനമായിട്ടുള്ള ചോദ്യം. കാരണം ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് ഈ നേതാക്കന്മാരും അണികളൊന്നും അറിഞ്ഞിട്ടില്ല, അവർ വരുമൊന്നും ഇവർ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നേതാക്കന്മാർക്ക് ഒരു സൂചനയും കാര്യങ്ങളും എല്ലാം ഒരു 6 മാസം മുമ്പ് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പൊതുവെ ഈ ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളുടെ ഇടയിൽ
ഒരു ആയിഷ പൂറ്റി വരുന്ന ഒരു സാധ്യത പോലും ഇല്ല എന്നൊരു സാഹചര്യത്തിൽ ആ രശ്മി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് അവർ ആ രീതിയിൽ ചെറിയ തോതിലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചരണം എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും ഈ ബന്ധം പുതുക്കലുകളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഒരു UDF ട്രെൻഡൊക്കെ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വനിതകൾക്ക് വളരെയധികം പ്രോമിനൻസ് ഉള്ളൊരു നിയോജകമണ്ഡലം കൂടിയാണ്. ആയിഷ പൂറ്റി ബാലകൃഷ്ണപിള്ളയെ തോപ്പിച്ച് ഒരു വലിയൊരു ചെക്ക് മീറ്റ് കൊടുത്ത സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ബാലഗോപാലിനെ രശ്മിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് അവിടുത്തെ ചില കോൺഗ്രസ് പ്രവർത്തകർ പോലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെയാണ് ആയിഷ പൂറ്റി പിന്നെയും വരുന്നത്. രശ്മിയുടെ സാധ്യത വാങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ BJPക്ക് അവിടെ ഒരു പോപ്പുലറായിട്ട് വരുന്നു എന്ന് പറയുന്നെങ്കിൽ അവർക്കൊരു നല്ല കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രശ്മിയെ പോലെ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ശതമാനം വോട്ടുകൾ പിടിക്കാമെന്ന് അവർ വിശ്വസിക്കും. വിജയത്തിലേക്ക് എത്തത്തില്ലായിരിക്കും. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ കൊട്ടാരക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ MLAക്ക് തന്നെ ഈ ആയിഷ പൂറ്റിയുടെ വ്യക്തിപ്രഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പം പോലും ബാലഗോപാലിനെ തോൽപ്പിക്കാൻ, കാരണം ആ മണ്ഡലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ BJP സ്വാധീനവും ഈ BJP വോട്ടുകളായിരിക്കും. അതായത് ഈ BJP പിടിക്കുന്ന ഈ വോട്ടുകൾ നേരത്തെ LDFന് പൊക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. അതൊരു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും വിധി ചെറിയ രീതിയിൽ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ BJP പിടിക്കുന്ന വോട്ടുകൾ സാധാരണ കേസിൽ നമ്മൾ പറയും BJP പിടിക്കുന്ന വോട്ടുകളല്ല UDFൻ്റെ വോട്ടുകളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിലായിട്ട് കൊട്ടാരക്കരയിലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന നിയോജക മണ്ഡലങ്ങളിലും കാണപ്പെടുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് BJP പിടിക്കുന്ന വോട്ടുകൾ LDF വോട്ടുകളാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഈ മണ്ഡലം ഒരു വശം UDFിലേക്ക് പോകുന്നത്. ആയിഷ പൂറ്റിയുടെ ഒരു വ്യക്തിപ്രഭാവം അവിടെ നിൽക്കുന്നു. പക്ഷേ കൂടുതൽ സാധ്യതയും LDF തന്നെ ബാലഗോപാൽ തന്നെ നിലനിർത്താനാണ്. പക്ഷെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. പക്ഷെ LDFൻ്റെ തന്നെ ആയിരിക്കും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവാൻ സാധ്യത. ടൈറ്റ് ഫൈറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ LDFൻ്റെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇന്നത്തെ കൊട്ടാരക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. നമ്മൾ 4 മണ്ഡലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. കാസർഗോഡ്, കോഴിക്കോട് നോർത്ത്, അതുപോലെ കളമശ്ശേരി, 4ാമതായി കൊട്ടാരക്കര. ഇതിൽ 2 മണ്ഡലങ്ങൾ മന്ത്രിമാരുടെ മണ്ഡലങ്ങളാണ്. ഇപ്പോഴത്തെ മറ്റ് 2 മണ്ഡലങ്ങളും വളരെ വ്യത്യസ്തകരമായ മണ്ഡലങ്ങളുമാണ്. എന്തായാലും ഏകദേശം ഒരു ധാരണ ഈ മണ്ഡലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുകയാണ്. മറ്റൊരു ദിവസം അടുത്ത എപ്പിസോഡുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.